ഹലോ ഗൈസ്, എല്ലാവർക്കും ഈ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ ഈ ഒരു ഓവർകോട്ട് നമുക്ക് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഇത് നമ്മുടെ ബാക്ക് പോർഷനിലെ ക്ലോത്താണ്. അതിൻ്റെ മേളിലേക്ക് ഫ്രണ്ട് പോർഷൻ പ്ലേസ് ചെയ്ത് കൊടുക്കുക. പിന്നെ ടോട്ടൽ ലെങ്ത് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 21 ഇഞ്ചസ് ആണ്. ഇവിടെ നെക്ക് വിഡ്ത്ത് എടുത്തിരിക്കുന്നത് 2 ഇഞ്ചസും നെക്ക് ഡെപ്ത്ത് എടുത്തിരിക്കുന്നത് 6 ഇഞ്ചസുമാണ്. നെക്സ്റ്റ് ഷോൾഡർ മാർക്ക് ചെയ്യുക. ഷോൾഡർ നമ്മൾ എടുക്കുന്നത് 6.5 ഇഞ്ചസ് ആണ്. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് നമ്മൾ താഴേക്ക് ആം ഹോൾ മെഷർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആം ഹോൾ എടുക്കുന്നത് 6 ഇഞ്ചസ് തന്നെയാണ്. ഒരു ബോക്സ് വരച്ചതിന് ശേഷം അവിടെ ഒരു കർവ് പോലെ നമ്മൾ വരച്ചു കൊടുക്കുക. നെക്സ്റ്റ് ചെസ്റ്റ് മാർക്ക് ചെയ്യുന്നു. 10 ഇഞ്ചസ് ആണ് എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വേസ്റ്റ് മാർക്ക് ചെയ്യുന്നു. 9 ഇഞ്ചസ് ആണ് എടുക്കുന്നത്. താഴേക്കും 10 ഇഞ്ചസ് തന്നെയാണ് എടുക്കുന്നത്. പിന്നെ നമ്മൾ ഒരു കാര്യം വിട്ടുപോയി, ബാക്ക് നെക്ക് എടുക്കുന്നത് 2 ഇഞ്ചസ് ആണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മളിതൊക്കെ കട്ട് ചെയ്ത് മാറ്റുക. Fields could be right under our noses and rapture at our fingertips. നമ്മൾ ഓവർകോട്ടിലൊക്കെ കാണാറില്ലേ, ഫ്രണ്ടിൽ വി പോലെ ഇരിക്കുന്ന ഷേപ്പിൽ, നമ്മളതുപോലെയാണ് ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. ക്ലിയർ ഇല്ല, വീഡിയോ കുറച്ച് കട്ടായിപ്പോയി. സോ ഇതുപോലെ വി ആയിട്ട് നമ്മൾ ചെറിയൊരു ഷേപ്പിൽ കട്ട് ചെയ്ത് മാറ്റുക. ബാക്കിൽ പക്ഷേ നമ്മൾ നോർമലി നമ്മൾ എങ്ങനെയാണോ കട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ കട്ട് ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ ഓവർകോട്ടിൻ്റെ ഫ്രണ്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഓവർകോട്ടിൻ്റെ ഫ്രണ്ട് ഓപ്പൺ ആണല്ലോ, അപ്പോൾ അത് മടക്കി അടിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു പീസ് ഓഫ് ക്ലോത്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നെക്സ്റ്റ് കോട്ടൻ്റെ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളിതുപോലത്തെ കുറച്ച് ക്രോസ് പീസസ് കട്ട് ചെയ്യുന്നുണ്ട്. ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്രോസ് പീസസൊക്കെ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ മടക്കി വെച്ചിട്ട് നമ്മൾ നെക്കിൻ്റെ ഭാഗം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ച് ചെയ്ത ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു പീസിൻ്റെ മേളിലായിട്ട് ഇതുപോലെ നമ്മൾ ഒന്നുകൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ഇതിനെ മടക്കി സ്റ്റിച്ച് ചെയ്യാം. അടുത്ത സൈഡും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഓവർകോട്ട് ഓപ്പൺ ആണല്ലോ, അപ്പോൾ നമ്മൾ ആ ഒരു സ്പേസും കൂടി നമ്മൾ മടക്കി അടിക്കുന്നതിന് വേണ്ടിയിട്ട് നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സ്ട്രെയിറ്റ് ആയിട്ടുള്ള പീസ് എടുത്തിട്ട് ഇതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ആ ഒരു പീസിൻ്റെ മേളിലായിട്ട് ഒരു സ്റ്റിച്ച് കൂടി കൊടുത്തതിന് ശേഷം മടക്കി അടിക്കുക. നെക്സ്റ്റ് ഫ്രണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്തതുപോലെ തന്നെയാണ് ബാക്ക് നെക്കിൻ്റെ പ്രോസസ്സും. ഇതുപോലെ കട്ട് പീസ് വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ആ സ്റ്റിച്ച് ചെയ്ത ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ തന്നെ മറിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് മടക്കി അടിക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ഷോൾഡർ സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അതായത് നമ്മൾ ഷോൾഡർ ഇതുപോലെ വെച്ചതിന് ശേഷം ഇതുപോലെ മടക്കി അതിൻ്റെ മേളിലേക്ക് നമ്മൾ ഷോൾഡറിൻ്റെ മേളിലേക്ക് നമ്മൾ ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇൻ്റർലോക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ മറിച്ചിടുവാണെങ്കിൽ കുറച്ചും കൂടെ നീറ്റായിട്ടുള്ള സ്റ്റിച്ച് കിട്ടും. അടുത്തത് സ്ലീവിൻ്റെ ഭാഗം നമ്മൾ മടക്കി അടിക്കുന്നുണ്ട്. നെക്കും കാര്യങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്തതുപോലെ തന്നെയാണ് ഈ ഒരു പ്രോസസ്സും വരുന്നത്. Elysian fields could be right under our noses and rapture at our fingertips. നെക്സ്റ്റ് ഓവർകോട്ടിൻ്റെ ഷേപ്പ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് ഓവർകോട്ടിൻ്റെ ഏറ്റവും അറ്റം നമ്മൾ അടിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു വി പോലത്തെ ഒരു ഷേപ്പാണല്ലോ, അപ്പോൾ കുറച്ചും കൂടി പെർഫെക്ഷന് വേണ്ടിയിട്ട് ആ ഭാഗം നമ്മൾ ഇൻ്റർലോക്ക് ചെയ്തതിന് ശേഷം ഒരൊറ്റ പ്രാവശ്യം നമ്മൾ മടക്കി അടിക്കുന്നുണ്ട്. 2 പ്രാവശ്യമല്ല, ഒരൊറ്റ പ്രാവശ്യം ജസ്റ്റ് ഒന്ന് മടക്കി നമ്മൾ തയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.